നമുക്ക് ഈശോ നൽകുന്ന വചനഭാഗത്തില് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സഹായം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് വിശുദ്ധമായ സംരക്ഷണത്തിന്റെ വചനം നമുക്ക്. അതായത് നീ ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. അതായത് അവിടെ എല്ലാം ഒരു സംരക്ഷണമുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഉറപ്പുള്ള സംരക്ഷണവും കൂടി അത് പറയാതെ പറയുന്ന ഒരു വചനഭാഗം കൂടിയാണ്. ദുഷ്ടന്റെ പ്രതിഫലം എന്ന് പറയുമ്പോൾ നമുക്ക് ദുഷ്ടൻ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ജീവിതത്തില്? പിശാചാണ് ദുഷ്ടൻ, അല്ലെ? അത് പ്രവർത്തിക്കുന്നതാണെങ്കിൽ മനുഷ്യരിൽ കൂടിയായിരിക്കും, അല്ലെ? മനുഷ്യരിൽ കൂടിയാണ് അവന്റെ പ്രവർത്തനം. അപ്പൊ നമ്മൾ പെട്ടെന്ന് നേരെ നോക്കുമ്പോൾ ശരിക്കും നമ്മളുടെ മുമ്പിൽ കാണുന്നത് പിശാചിനെ അല്ല, മനുഷ്യനെയാണ്. അപ്പൊ നമുക്ക് ആ വ്യക്തിയെയാണ് നമുക്ക് വെറുപ്പും വിഷമവും വേദനയും ഉണ്ടാക്കുന്ന വ്യക്തിയായിട്ട് തോന്നണം. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളില് നിലനിൽക്കുന്ന ദുഷ്ടാരൂപിയുടെ ഫ്രൂട്ടാണ് നമ്മള് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മോശം വാക്ക് പറയുന്ന ആളുകളുടെ കൂടെ കുറച്ച്, അതായത് ഈ ചീത്ത വാക്ക് പറയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ചില വ്യക്തികള് ഈ ഡബിൾ മീനിങ് ഒക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അവരുടെ കൂടെ കുറച്ചു നാള് ഏതെങ്കിലും കാരണം കൊണ്ട് ജീവിതം ആ വഴി ആ സാഹചര്യത്തിൽ നമുക്ക് നിൽക്കേണ്ട അവസ്ഥയോ സാഹചര്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ അരൂപി അധികം വൈകാതെ നമ്മളെയും പിടിക്കും. പിന്നെ പറയുന്നതെല്ലാം ആ ഒരു സ്റ്റൈലിലേക്കാവും, ആ ഒരു രീതിയിലേക്കാവും. പിന്നെ നോട്ടങ്ങള്, സംസാരങ്ങള്, പ്രവൃത്തികളെല്ലാം അവരിൽ കൂടി, അത് നമ്മൾ അതിനെ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല, പക്ഷെ ഈ അരൂപി നമ്മളെ വലിച്ചെടുക്കും, അല്ലെ? ഇപ്പൊ പഞ്ഞിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ അതിലിടുന്ന ദ്രാവകം എന്തെന്നാണ് നോക്കിയിട്ടല്ല അത് വലിച്ചെടുക്കുന്നത്, അല്ലെ? പെട്ടെന്ന് വലിച്ചെടുക്കും. എന്ത് ദ്രാവകമാണെങ്കിലും അത് സാധിക്കുന്നത്രയും അബ്സോർബ് ചെയ്ത് എടുക്കും. അത് എന്താണ് അതിന്റെ സ്വഭാവം എന്നോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ദൂഷ്യഫലം എന്നോ, എന്താണ് അതിന്റെ ഗുണമെന്നോ, എന്താണ് അതിന്റെ മോശം അവസ്ഥ എന്താണ്, നാശം എന്താണെന്നോ ഒന്നും ഈ വസ്തു അറിയാറില്ല, അല്ലെ? അപ്പോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ. പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതെ കിടക്കുന്ന ചില മേഖലകളുണ്ട്. അതായത് നമ്മളെ സ്വാധീനിക്കുന്ന, ഈ ലോകത്തിലാണ് നമ്മള് ഈ ലോകത്തിലായതുകൊണ്ട് നമുക്ക് ചുറ്റും പല മോശം സ്വാധീനങ്ങളുണ്ട്, നല്ല സ്വാധീനങ്ങളുണ്ട്. പക്ഷെ നല്ല സ്വാധീനങ്ങള് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അത് നമ്മുടെ ഉള്ളില് നന്മയുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. അതേസമയം നമ്മുടെ ഉള്ളില് നന്മയുണ്ടെങ്കിലും അതിനെ പ്രചോദിപ്പിക്കുവാനായിട്ട് എന്തുണ്ടാവണം? അതിനോടൊരു ആഗ്രഹം വേണം, അല്ലേ? ഇപ്പൊ നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാണ്, ജോലിയും വീടും സമൂഹത്തിലും ഒരു പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു ആത്മാവുണ്ട്, അല്ലേ? നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അല്ലെ? എല്ലാത്തിന്റെയും താളം നല്ല നിലക്ക് പോകുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നല്ല ആത്മാവിന്റെ മേലുള്ള ആഗ്രഹത്തെ ത്വരിതപ്പെടുത്തുകയും നിലനിർത്താനുള്ള ഒരു വിശ്വസ്തമായ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ചുറ്റുമുള്ള ഭീകരമായ ദുഷ്ടാരൂപികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. മറിയത്തിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ മോശപ്പെട്ട അവസ്ഥകളുടെ നടുവിൽ തന്നെയാണ് പരിശുദ്ധ മറിയം ഈ ഭൂമിയിൽ ജീവിച്ചത്. ഒരുപാട് വിശുദ്ധരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവര് സ്വീകരിച്ചത് എന്താണോ അതാണ് അവരെ നിലനിർത്തിയത്. അതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സ്വീകരിക്കുന്നത് എന്താണോ, നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് എന്റെ നിക്ഷേപം. അതായത് നമ്മള് കൊണ്ടുപോയി ഇടണ്ട ഹൃദയം എങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് പറയുന്നത്. പാദങ്ങൾ കൊണ്ടല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്, അല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? പാദങ്ങൾ കൊണ്ടല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. പക്ഷെ പാദം വേണം പോകാൻ. പക്ഷെ പാദം പോകണമെന്ന് തീരുമാനിക്കുന്നത് പാദമല്ല,
അവന്റെ ആഗ്രഹമാണ്. ആഗ്രഹം ജനിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലേ? അതെ. എവിടേക്ക് പോകണമെന്ന് കമാൻഡിങ് വരണമെന്നെങ്കിൽ അവന്റെ ഉള്ളിലുള്ള നല്ല നിക്ഷേപങ്ങളാണ് അവനെ നയിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് അവൻ വിചാരിക്കുകയാണ് അവിടെ അപ്പുറത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് കൺവെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫായിട്ട് പ്രെയർ ചെയ്യാനുള്ള ടൈം ആണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും, ജോലി മേഖലയാണെങ്കിൽ ജോലി, ഇല്ല ഇപ്പൊ നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും ജോലി തിരക്ക് വരണം, അല്ലെ? പല സമയങ്ങളിലും നമ്മള് പ്രാർത്ഥിക്കാം, എന്നാ ഇത്തിരിയേറെ ഇന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുമ്പോ എന്തെങ്കിലും തിരക്ക് കയറി വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. കാരണം പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? അത് പിശാചിന്റെ ഉത്തരവാദിത്വം. പിശാച് നമ്മളെ പ്രാർത്ഥിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും നശിപ്പിക്കുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇല്ലാതാക്കുക. നാശം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അപ്പോ നമ്മള് വിചാരിക്കുകയാണ് പ്രാർത്ഥിക്കണം, ഇത്രയും നേരം എനിക്ക് ഇച്ചിരി നേരം ഇത് പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമുക്ക് ആദ്യം സംഭവിക്കുന്ന എന്തായിരിക്കും? നല്ല ഉണർവുണ്ടാവും തുടക്കത്തില്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ശരീരം തളരാൻ തുടങ്ങും, അല്ലേ? ക്ഷീണം കൊണ്ട് നമ്മള് അങ്ങോട്ട് ഉറങ്ങിപ്പോകും. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്? പ്രാർത്ഥിക്കണം തന്നെയാണ്. പ്രാർത്ഥിക്കാനിരിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രാർത്ഥനയാണ്. പിന്നെ കർത്താവ് അങ്ങനെ വലിയ എന്താണ് ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നതല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കണം. അവൻ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന, പക്ഷെ ഉറങ്ങിപ്പോയെങ്കിൽ അവൻ എന്റെ മുമ്പിലാണ് വന്നിരിക്കുക, എന്റെ മുമ്പിൽ നിന്നും. അപ്പൊ കർത്താവ് നല്ല സ്വപ്നങ്ങളോ നല്ല ചിന്തകളോ തലയെ കൊണ്ടുവന്ന് വെച്ച്, ശരിക്കും പറഞ്ഞ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉറങ്ങിക്കിടന്നപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് കൊന്ത പോയെന്ന് വെച്ചാല്, കൊന്ത ഞാൻ എടുത്തിട്ട് കയ്യിൽ വെച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കണ്ടായിരുന്നു. പിന്നെ എവിടെ വെച്ചെന്ന് ഒരു ഓർമ്മ വന്നില്ല, ഉറക്കപ്പിച്ചായതുകൊണ്ട് ഓർമ്മ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കട്ടിലിൽ തന്നെ ഉണ്ടാവും, എങ്കിലും എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ അവിടെ കിടപ്പുണ്ടാവും, എന്റെ ദേഹം എവിടെയെങ്കിലുമൊക്കെ കൊന്തമേൽ മുട്ടും എന്നുള്ള ഒരു ചിന്ത. കാരണം അത്രയും ഉറക്കക്ഷീണം കൊണ്ട് ഞാൻ അങ്ങോട്ട് സാധാരണ എങ്ങനെയെങ്കിലും തപ്പിയെടുക്കുന്നതാണ്. പക്ഷെ അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞിട്ട് എനിക്ക് വന്ന സ്വപ്നങ്ങളെല്ലാം എന്തോ ഒരു ആക്രമണ സ്വഭാവമുള്ള സ്വപ്നങ്ങളാ. മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ രാവിലെ അന്നെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിനാറ്റേം തോന്നുന്നു, അന്നൊട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഒരു 1:30-2 മണിയായപ്പോഴാണ് കിടന്നത്. അത് കഴിഞ്ഞിട്ട് 7 മണിക്കും കുർബാനയുണ്ട്, പാടാൻ പോകണം. അപ്പൊ അത്രയും ചെറിയൊരു സമയമുള്ളൂ. അപ്പൊ ഞാനൊരു 2 മണിക്ക് കിടന്നു. ഒരു 6:30 മണി 6:30 ഓടെ ഞാൻ എഴുന്നേറ്റു. പക്ഷെ ഈ 2-3 ദിവസത്തിന് മുമ്പ് ഈ ഗെത്സമൻ പ്രയറിന്റെ ടൈമിലൊക്കെ ഇരുന്നുകൊണ്ട് ആ ഒരു ഉറക്കക്ഷീണം ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പെൻഡിങ് കിടന്ന കുറെ ഉറക്കങ്ങളുള്ളതുകൊണ്ട് ദിവസം ഉറങ്ങിപ്പോയി. പക്ഷെ ഇത്രയും ഉറക്കക്ഷീണത്തിന്റെ ഇടയിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ദുസ്വപ്നങ്ങളും ചവറ് പോലത്തെ ഒരർത്ഥമില്ലാത്ത സ്വപ്നങ്ങൾ എന്നാ ആക്രമിക്കുക. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾ. ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും, ഞാൻ എവിടെയാ കിടക്കണേന്ന്, പിന്നെ ഉറങ്ങും. പക്ഷെ എന്റെ മനസ്സ് സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല. ഞാൻ ഓർക്ക് ഇത്രയും ഉറക്കം വന്നിട്ട് എനിക്ക് എന്റെ മൈൻഡ് സമാധാനത്തിൽ കിടന്നുറങ്ങുമ്പോഴേ നമുക്ക് ഒരു ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നമുക്കൊരു ഇതുണ്ടാവണം. പക്ഷെ ക്ഷീണം മാറണത് നമുക്കിപ്പോ ചില ദിവസങ്ങളിൽ അരമണിക്കൂർ കിടന്നാൽ മതി, പെട്ടെന്ന് ഉറങ്ങിപ്പോവും, പെട്ടെന്ന് തന്നെ ആ ക്ഷീണം ഒന്ന് അങ്ങോട്ട് വിട്ടുപോകും. പക്ഷെ ഇത് ഇത്രയും സമയം കിടന്നിട്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്ന പോലെ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ, എന്റെ കയ്യിൽ കൊന്തയില്ല. കയ്യിൽ പിന്നെ ഞാൻ തപ്പി ഒക്കെ നോക്കി, പക്ഷെ ഡെങ്ങ് കാണില്ല. നോക്കുമ്പോ മേശപ്പുറത്തിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് പിശാചിന് സാധിക്കില്ല. അവനൊരു ഭയം ഉണ്ടാവും. എപ്പോഴും എന്റെ കയ്യിൽ ഉറക്കത്തിലാണെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയാൽ എന്റെ ദേഹം അതിനെ മുട്ടിയിരിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ ഉറക്കത്തില് ഞാൻ അറിയാതെ എന്റെ കഴുത്തേലുണ്ടാവും കൊന്ത. ഞാൻ കഴുത്തേലോട്ട് ഇട്ടില്ലല്ലോ, പിന്നെ എന്നെ കഴുത്തേൽ വന്നേന്ന്. പക്ഷെ എന്നെ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ അന്ന് എന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് എപ്പോഴും എഴുന്നേക്കേണ്ടി വന്നു. ആരോ വന്നപ്പോഴേക്കും ഞാൻ മോൻ വന്നെന്ന് തോന്നുന്നു. അന്നേരം അപ്പൊ ഞാനപ്പോ
വാതിൽ വന്നിട്ട് അവര് ന്യൂ ഇയറിന്റെ ആഘോഷം കഴിഞ്ഞപ്പോ അങ്ങനെ കയറിയപ്പോ കൊന്ത മേശപ്പുറത്ത് വെച്ച് പോയി. ഞാൻ ഓർക്കുവാണ് നമ്മുടെ കയ്യില് ഈ ഈ കൊന്ത എന്ന് പറയുന്ന ഇത് ഈ ഒരു വലിയൊരു ശക്തി നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോ മാറ്റിയാലും അപകടം. എവിടെ പോകുമ്പോഴും വെറുതെ കൈ പിടിച്ചാൽ മതി, അതൊരു ശക്തിയാണ്. ഏത് അതെ അവസ്ഥയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു കൊന്തയുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോയാല് നമ്മളെ പലരും ശ്രദ്ധിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു മുദ്രയും അടയാളവും ഒക്കെ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതായത് നമ്മളുടെ ജീവിതത്തില് നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാല് നിസ്സാരമല്ല. പക്ഷെ അത് ഇത് ചെയ്യണം, നമ്മള് വ്യക്തമായ ചിന്തയോടുകൂടെ നമ്മൾ ഉപയോഗിക്കും. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും, പക്ഷെ നീ അത് കെയർഫുൾ ആയിരിക്കണം. അതായത് ദുഷ്ടൻ എന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാല് ദുഷ്ടനെ നോക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ ലാഘവ ബുദ്ധിയോടെ എടുക്കരുത്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് തന്നെ നിൽക്കണം. എപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇപ്പം നമ്മളെ വേദനിപ്പിക്കുന്നവർ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, ഉത്തരം പറയാൻ എന്താണ് പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു നിസ്സഹായ അവസ്ഥയിൽ. പക്ഷെ നമ്മള് ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തില് ദൈവം ഇടപെടേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം. ഞാൻ മിണ്ടാതിരുന്ന കർത്താവ് സംസാരിച്ചോളൂ. ഞാൻ പ്രവർത്തിച്ചാല് ദൈവം പ്രവർത്തിക്കില്ല. ഞാൻ മറുപടി പറഞ്ഞാൽ കർത്താവ് മറുപടി പറയില്ല. അപ്പൊ നമുക്ക് നല്ലൊരു ഉറപ്പാണ് ഈ ഒരു കാര്യത്തിൽ. ദുഷ്ടന്റെ പ്രതിഫലം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. കർത്താവ് വചനത്തിൽ പറയുന്നില്ല, പ്രതികാരം എന്റേതാണ്, അത് എനിക്ക് വിട്ടു തരിക എന്ന് പറയുന്നത് എന്റെ കാര്യത. അപ്പൊ ദുഷ്ടന് കൊടുക്കേണ്ടത്, അതായത് ആ തിന്മ പ്രവർത്തിച്ച വ്യക്തിയോട് സംസാരിക്കേണ്ടത് ഞാൻ ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പരാജയമാവാം. ചിലപ്പോ അതിൽ നിന്നും വേദനയ്ക്കും മീതെ വേദന വരാം. ചിലപ്പോ നമ്മൾ ഉത്തരം കൊടുക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കും. ചിലപ്പോ ദൈവം അനുവദിക്കും നമ്മളോട്, ചിലപ്പോ അറിയാതെയൊക്കെ വിചാരിതമായിട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഉത്തരമായിട്ട് അവർക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ഉത്തരമാണ്. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം നമ്മളിൽ കൂടിയും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവരും കൂടി കാണാനും അറിയുവാനും ഉള്ള ഒരു അവസരവും ദൈവത്തിന് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷെ എന്റെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ കയ്യിലാണെങ്കിലാണ് എന്നെ അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കാം. അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു വ്യക്തിത്വത്തില് ദൈവം തന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉപയോഗിക്കില്ല. നമ്മൾ അതുപോലെ വിട്ടുകൊടുത്താൽ മാത്രമേ. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന് ഇത്രമാത്രം ദൈവകരങ്ങളില് നല്ല പ്രത്യാശയായിരുന്നു. എന്ത് വേണമെങ്കിലും ദൈവം ചെയ്ത, അതായത് ദൈവവചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കാര്യത്തിന് ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഈ ഒരു ചിന്ത നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ദുഷ്ടന്റെ പ്രതിഫലം കാണാനും അവന്റെ നാശം കാണാനും അല്ലേ പരിശുദ്ധമ്മ ദുഷ്ടന്റെ പ്രതിഫലം കണ്ട് ജീവിച്ച് മനസ്സിലാക്കി തന്ന് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയത്. ഈ ഭൂമിയില് ഒരു സാധാരണ ജീവിതം ജീവിച്ച് നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തന്നൊരു വ്യക്തിത്വം കൂടിയാണ് മറിയം. ഒരു മാലാഖയല്ല, മറിയം ഒരു ദൈവീകതയുടെ പുണ്യപൂർണതകൾ മുഴുവൻ കൃപകളും നിറഞ്ഞ ഒരു വ്യക്തിത്വവും കൂടി ആയിരുന്നു. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ജയന്തി വായിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും
അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ഇപ്പൊ നമ്മള് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം എന്താന്ന് വെച്ചാല് ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തില് അബ്രാഹത്തെ വിളിക്കുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നു. അത് നിനക്ക് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുന്നു. ഇത് അബ്രാഹത്തിന്റെ മേല് പ്രത്യേകമായി ദൈവം ബ്ലസ് ചെയ്തത് അബ്രാഹത്തിന് മാത്രമല്ല, വരുന്ന തലമുറകളിലേക്കും കൂടി അത് കൊടുക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശവും കൂടി അബ്രാഹത്തിന് കൊടുക്കുന്നുണ്ട്. ഇത് അബ്രാഹത്തിന്റെ ആ ഒരു വാഗ്ദാനം സ്വീകരിക്കുന്ന സമയത്ത് അബ്രാഹം മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ എന്നോടും നിങ്ങളോട് സംസാരിക്കുമ്പോ നമ്മുടെ ഇടയിൽ ആരുണ്ട്? ദൈവമുണ്ട്. ആത്മാവുണ്ട്. ഞാനിപ്പോ ദൈവത്തിന്റെ ആത്മാവിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. അതിന് ഒരു തടസ്സമില്ല. അത് നമ്മൾ വാതിലടച്ചിട്ടാലും തുറന്നിട്ടാലും ഇരുട്ടാണെങ്കിലും പ്രകാശമാണെങ്കിലും നമ്മള് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇപ്പൊ നമ്മൾ വിളിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എവിടെ പോയി വിളിച്ചാലും അങ്ങ് അവിടെയും ഉണ്ട് എന്ന് സങ്കീർത്തകൻ പറയുന്നത്. അപ്പോ ഈ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മള് ഹൃദയത്തില് ആ വചനം ചെയ്യുമ്പോ ഈ ഒരു അനുഗ്രഹമാണെന്ന്. ഇപ്പൊ നിങ്ങളെ ഒരാളെ നോക്കിയപ്പോ ജയന്തി ചേച്ചിയെ നോക്കി, ജയന്തി ചേച്ചിയുടെ ഇടവക വികാരി ചേച്ചിനെ നോക്കി പറയാണ് നീ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇടവകയ്ക്ക് അല്ലെങ്കിൽ എന്റെ വീടിന് നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏത് വാഗ്ദാനത്തിൽ പെട്ടതാണ്? ഈ അബ്രാഹത്തിനോട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ. ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനത്തെ കണ്ടിന്യൂ ചെയ്ത് പോരുന്ന വാഗ്ദാനമാണ്. അപ്പോ അത് നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാവും, അല്ലെ? സന്തോഷമാവൂല്ലേ? സന്തോഷമാവും. അപ്പൊ ഈ സന്തോഷം നമ്മളില് വളരെയധികം അങ്ങോട്ട് വരുമ്പോ ഉടനെ തന്നെ ചിലപ്പോ കുറച്ച് ദുഃഖങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് സംഭവിക്കും? ഈ വാഗ്ദാനത്തെ നമുക്ക് വിശ്വസിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും, അല്ലേ? അതെ. അതായത് ഈ ലോകത്തില് ആരൊക്കെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും വളരെയധികം സഫറിങ്ങിൽ കൂടി തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോ വാഗ്ദാനങ്ങളൊന്ന് നിലയുറപ്പിക്കാൻ വേണ്ടിയാണ് ചിലപ്പോ സങ്കടങ്ങള് നമ്മളെ പിന്തുടരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വാഗ്ദാനവും നമ്മളിൽ നിലനിൽക്കണോ, ഒരു സങ്കടങ്ങള് സഹനങ്ങള് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം നമ്മളിൽ നിലനിൽക്കാൻ. പക്ഷെ ഈ വാഗ്ദാനം എന്ന് പറയുന്നത്, ശബ്ദം ഉണ്ടാക്കല്ലേ, വാഗ്ദാനം എന്ന് പറയുന്നത് അത് അതിൻ്റെതായ വിശ്വസ്തയോടുകൂടെ നിലനിർത്തുവാൻ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് അധികാരമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുകയാണ്, കർത്താവെ, പാപം ചെയ്യുന്ന മനുഷ്യർക്ക് ആയുസ് നീണ്ടു പോകുന്നുണ്ട്. പാപം ചെയ്യുന്നവര് എന്റെ ദൈവം അത് തെറ്റുതിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു 100 വർഷം ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. 99 വർഷവും പാപത്തിൽ ജീവിക്കുന്നു. 99ാമത്തെ വർഷത്തിന്റെ അവസാന സമയങ്ങളിലാവുമ്പോ ആ വ്യക്തിക്ക് ഒരു മനസ്സ്. അപ്പൊ ഞാൻ ഓർക്കും, ഈ 99 വർഷവും ഈ പാപാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷം കൊണ്ട്, ഈ ബാക്കിയുള്ള ഒരു വർഷം കൊണ്ട് എങ്ങനെ അതിനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ വളരെ വേദനാജനകമായിരിക്കും, ഇല്ലേ? ഈ 99 വർഷത്തിന്റെ പാപകടങ്ങൾ ഒരു വർഷം കൊണ്ട് അത് അതിജീവിക്കുക എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യാത്മാവിനെ സംബന്ധിച്ച് വലിയൊരു വേദന. ഇപ്പൊ നമ്മളിപ്പോ ഒരു 1,00,000 രൂപ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. നമ്മൾ അത് ഒരു 5 വർഷമായിട്ടും അടക്കുന്നില്ല. ആദ്യമൊക്കെ കുറച്ചടച്ച് അങ്ങനെ പോന്നിരുന്നപ്പോഴോ ഒരു സാഹചര്യം, ബുദ്ധിമുട്ടും സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നപ്പോ അത് അങ്ങോട്ട് ഇട്ടുപോയി എന്ന് വിചാരിച്ച് നമുക്ക് ബാധ്യത ഉണ്ടോ? ഇല്ലയോ? ബാധ്യതയുണ്ട്. ബാധ്യതയുടെ സംഖ്യ കണക്കുകള് അവിടെ കിടന്ന് പെറ്റുപെരുകും, അല്ലേ?
അപ്പൊ ഈ പെറ്റ് പെരുകുന്നതോടൊപ്പം ഇപ്പോ അതിന്റെ എമൗണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എമൗണ്ട് ഇല്ലേ? അതെ എമൗണ്ട് ഇപ്പൊ നമ്മള് അത് എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ്, അത് നേരെയുള്ള ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതിന്റെ കൂട്ടുപലിശ, അങ്ങനെ പലിശകൾ കയറി വരും. ഈ പലിശമേൽ പലിശ എന്നൊക്കെ പറഞ്ഞ് കയറി അത് അവസാനം ഈ 1 ലക്ഷം എടുത്തെങ്കിൽ 1 കോടി ആകാനായിട്ടൊക്കെ അധികം നാളൊന്നും വേണ്ടി വരില്ല. കാരണം എന്താ, ഈ മുതല് മാത്രമല്ല, പലിശ തന്നെ ഒരുപാട് കയറിപ്പോവും ഓരോ മാസം കഴിയുന്തോറും, അല്ലെ? 12 മാസം കഴിയുന്തോറും ഓരോ വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോ ഈ എമൗണ്ട് മൊത്തം നമുക്ക് കൈയെത്തിച്ച് പിടിക്കാൻ പറ്റാത്ത വിധം വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 5 വർഷത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യാത്മാവിന്റെ പാപ കടങ്ങളുടെ അവസ്ഥ എങ്ങനെ എത്തിച്ചു പിടിക്കാൻ പറ്റും? കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം. കർത്താവിന്റെ കരുണ എന്ന് പറഞ്ഞ ഈശോ, അതായത് ഇതൊന്നും മനസ്സിലാക്കണം നമ്മള്, അല്ലെ? അതെ. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ ഭൂമി വിട്ടുപോയ അതിനെ നഷ്ടമോ അപമാനമോ എന്തെങ്കിലും ക്ലേശങ്ങളിൽ കൂടി കർത്താവ് ആ വ്യക്തിയെ കൊണ്ടുപോകാൻ ദൈവം മനസ്സാകുന്നത് തന്നെ ഒരു കരുണയാണ്. കാരണം എന്താ, ഈ ലോകത്ത് സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും ആ ആത്മാവിന്റെ സമ്പത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഒന്നും സാധിക്കില്ല. സാധിക്കോ? ഇല്ല. ഒന്നും സാധിക്കില്ല. മാത്രമല്ല, കടങ്ങളുടെ കടുപ്പം വർദ്ധിക്കും. അതായത് നമുക്ക് കട്ടായി പോണു. ഇപ്പോ ഒരാളെ, ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരാളെ നമ്മള് തെറ്റായ അറിയുക ആ വ്യക്തിയല്ല, അല്ലെങ്കിൽ എന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എന്ന്. അപ്പോ ആ വ്യക്തി അനുഭവിച്ച മാനസികമായ വിഷമങ്ങള് അത് എന്റെ തലക്ക് മുകളിലിരുന്ന് നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങും, അല്ലേ? അതെ. ആ വ്യക്തി അനുഭവിച്ച വേദന 1. 2, എന്താ, നമ്മൾ ആ വ്യക്തിയെ പറ്റി പറഞ്ഞ ഓരോ പരുഷമായ വാക്കുകൾ, പ്രവൃത്തികൾ, ഇങ്ങനെ വാക്കും പ്രവൃത്തിയും വിചാരങ്ങളും ചിന്തകളും കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ പെരുകി വരുന്ന ഒരുപാട് കടബാധ്യതകൾ നമുക്കുണ്ടാവും. അപ്പൊ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു സംഘർഷാവസ്ഥയിലേക്ക് നമ്മള് എന്നാൽ നമ്മൾ ആ വശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയോട് നമ്മള് മനസ്സുകൊണ്ട് ഇങ്ങനെ കുമ്പസാരിക്കും. നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുമ്പസാരിച്ച് നമ്മളെ വിചാരിക്കുന്നത് വളരെ ഇന്നസെൻസ് ആണ്. ഈ വ്യക്തിയുടെ ആ ഹൃദയ ശുദ്ധിയിൽ അനുഭവിച്ച സഹനങ്ങളുടെ കാരണക്കാരൻ ഞാനും നിങ്ങളാണെങ്കിൽ ഇതൊന്ന് ആ വ്യക്തിക്ക് അനുകൂലമായ രീതിയിൽ അത് സോൾവ് ചെയ്ത് കിട്ടണം. ആ മുറിവൊന്ന് ഉണങ്ങണം. ഇപ്പൊ നമുക്കൊരു കട്ടായി കേൾക്കുന്നു. ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? കേൾക്കാവോ? കട്ടായി കേൾക്കുന്നു. കട്ടാണോ? ഇടയ്ക്ക് നിന്ന് പോണു. എല്ലാവർക്കും അങ്ങനെയാണോ? അറിയില്ല, ആരും തുറന്നിട്ടില്ല. കട്ടാകുന്നുണ്ടോ? ഇടയ്ക്ക് അതായത് ഇപ്പൊ നമുക്ക് ഒരു മുറിവ് ബോഡിയിൽ, നമ്മുടെ ശരീരത്തില് പുറമേയുള്ള ശരീരഭാഗങ്ങളില് നമുക്കൊരു മുറിവുണ്ടായ, ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മുറിവ് ഉണക്കാൻ നല്ല വിദഗ്ധരായ ഡോക്ടർമാരുണ്ടെങ്കിൽ നമുക്ക് അതിന് അതിജീവിക്കാൻ സാധിക്കും, ഇല്ലേ? പക്ഷെ ഈ വലിയ മാരകമായ മുറിവോ അല്ലെങ്കിൽ അതിൻ്റെതായ മുറിവുകളുടെ കഠിനത അനുസരിച്ച് അതിന്റെ അടയാളങ്ങൾ അവിടെ നിക്കില്ലേ? അടയാളങ്ങൾക്ക് അത് ഒരു പരിമിതി ഉണ്ടല്ലേ? പണ്ട്
എന്ത് ആക്സിഡന്റ് വന്നാലും അതിന്റെ ഒരു അടയാളം ആ വ്യക്തിയിൽ എന്നും ഓർമ്മയ്ക്കായിട്ട് ദൈവം വെക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതങ്ങനെ മുറിഞ്ഞതിന്റെ ഒരു പാടാണ് എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ മുറിവിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവണം. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു അറിവുണ്ടാവണം. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ദൈവം അതങ്ങനെ. ഇപ്പൊ നമുക്ക് എത്ര വന്നാലും ഇപ്പൊ ഒരു മുറിവുണ്ടായത് മുറിവ് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സാധാരണ സ്കിൻ പോലെയല്ല, ഒരു വ്യത്യാസം ഉണ്ടാവും. എന്ന പോലെയാണ് ഈ ഒരു വ്യത്യസ്തമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അടയാളം അവിടെ വെക്കുന്നത് തന്നെ നമുക്ക് നമ്മളോട് ദൈവം കാണിച്ച കരുണയുടെ ഒരു അടയാളമാണ് എന്ന് നമ്മള് ബോധപൂർവം മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് ഒരു ആക്സിഡന്റ് വന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴേക്കും ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഈ കാലിന്റെ കീഴ്പോട്ടുള്ള ഭാഗം, മുട്ടിന്റെ കീഴ്പോട്ടുള്ള ഭാഗം ഇങ്ങനെ നീളത്തില് ആക്സിഡന്റ് ആയിരിക്കും, അത് മുറിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, സ്റ്റിച്ച് ഇങ്ങനെ കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാൻ വേറൊരു കാര്യം, ഈ കാലില് ടാറ്റു അടിച്ചു വെച്ചേക്കണം. ടാറ്റു അടിച്ചു വെച്ചേക്കണം കണ്ടപ്പോഴേക്കും ഒരു ഒരു മത്സ്യകന്യക അങ്ങനെ എന്താണ്ട് ഒരു ടാറ്റു അടിച്ചു വെച്ചേക്കണം. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴേക്കും അതിന്റെ പറ്റയായിട്ട് തന്നെ ഈ വലിയൊരു സ്റ്റിച്ച് ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നതാ. എന്നിട്ട് അവിടെ തന്നെ അതാ സ്റ്റിച്ച് കാണാം, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ബർമുഡാണ് ആ മനുഷ്യനിട്ടത്. അപ്പൊ നോക്കുമ്പോ അവിടെ ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ടാറ്റു ഒക്കെ അടിച്ച് നല്ല മിടുക്കനായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ മനുഷ്യർക്ക് ഒന്നില്ലെങ്കിൽ അത് മറച്ചു വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മളാരും വിധിക്കാനല്ല. ഞാനിങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് രക്ഷപ്പെടുത്തിയ ദൈവത്തിന് കൊടുത്ത കൂലിയാണ്. ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണ്, കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തില്. അപ്പോ ഇതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. പക്ഷെ ദൈവം എന്താണല്ലേ ഇങ്ങനെ ടാറ്റു അടിക്കുമെന്നും ദൈവത്തെ മറന്നു പോകുമെന്നും ദൈവത്തിന് അറിയാം. പക്ഷെ ആ വ്യക്തിയുടെ ആയുസ് ഉണ്ടല്ലോ, ചിലപ്പോ ഇന്ന ആയുസിലാണ് ആ മനുഷ്യൻ മരിക്കേണ്ടത് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കില്ല, ആ പിശാചിന് സാധിക്കില്ല, അല്ലെ? ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദൈവം നിശ്ചയിച്ചു തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ റബ്ബർ വലിക്കുന്നത് പോലെ ചിലപ്പോ മരണത്തിന്റെ മുഖം കണ്ടിട്ടായിരിക്കാം മിക്ക ആക്സിഡന്റുകളും നിന്ന് മനുഷ്യർ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ അവസാന സമയത്തും ദൈവം അവിടെ ഒരു കൈ കാണിച്ച്, ഒരു പച്ചക്കൊടി കാണിച്ച് കർത്താവ് അവരെ കയറ്റിവിടും. അപ്പോ ദൈവത്തിന്റെ വാഗ്ദാനം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അത് മരിച്ചു കഴിയുമ്പോഴായിരിക്കും മനുഷ്യർക്ക് ആ ജ്ഞാനം, അതായത് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്യസന്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാർത്ഥതയെക്കുറിച്ച് ആ വ്യക്തിക്ക് ഓർമ്മ വരണം, അല്ലെങ്കിൽ ആ ചിന്ത വരണം. അതുവരെ നമ്മൾ സുഖിച്ചും സന്തോഷിച്ചും നമ്മുടെ സ്വാതന്ത്ര്യത്തിലും നമ്മുടെ അവകാശത്തിലും അധികാരത്തിലൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതൊക്കെ ഓർത്ത് വേദനയോടുകൂടെ നമ്മളെ വീണ്ടും നശിപ്പിക്കുന്നില്ല, സംരക്ഷിക്കുന്നേ ഉള്ളൂ. ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകതമായ ആ ഒരു സ്നേഹത്തിന്റെ കരുതൽ. നമുക്ക് ഈശോ നൽകുന്ന വചനഭാഗം തന്നെ സങ്കീർത്തനങ്ങൾ 145:13. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് അത് തന്നെ അല്ലെ? ദൈവം പറഞ്ഞ വാഗ്ദാനം ഒരിക്കലും നീ ഒരു അനുഗ്രഹമാകും എന്ന് ചിലപ്പോ കുഞ്ഞുനാളിലെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ആ അനുഗ്രഹത്തിന് യോഗ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിലും ആ അനുഗ്രഹം നമ്മുടെ തലയിൽ മുകളിൽ ഉണ്ടാവും, അല്ലെ? നമ്മളത് അനുസരിച്ച് ജീവിച്ചാൽ അത് നമുക്ക് ഇരട്ടി അനുഗ്രഹമായി. ഇപ്പൊ നമ്മളൊരു 10% അനുഗ്രഹമാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതെങ്കിൽ നമ്മൾക്ക് അത് ഫോളോ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഈ 10 എന്നുള്ളത് 90ലേക്ക് വന്നത് 100% ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയിക്കാൻ കാലങ്ങളോളൊന്നും വേണ്ട. വേണോ? വേണ്ട, വളരെ കുറഞ്ഞ കാലം മതി, അല്ലെ? നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ദൈവം എന്നും വിശ്വസ്തനാണ് മനുഷ്യരോട്, എന്നും വിശ്വസ്തനാണ്. ഞാനൊക്കെ പലപ്പോഴും ഈ 33 വയസ്സായപ്പോഴാണ് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി
മുട്ടൂത്തി പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടൂത്തി. ഈ പ്രാർത്ഥനയിലാണ് അതിനെ കണക്ക് പറഞ്ഞ എന്താണ് ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ രഹസ്യം എന്റെ കൂടെ എല്ലാം ഞാൻ തന്നെ ചെല്ലണോ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കണക്ക് പറയും. അങ്ങനെയൊക്കെ ഒരു കണക്കിന് അത് പോകും. ചെല്ലിയില്ലെങ്കിൽ കീറ് വേറെ കിട്ടും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ആഗ്രഹിച്ചു ചെല്ലണമെന്നല്ല, കാരണം അത് തല്ലു കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നതാണ്. തല്ലു കൊള്ളാതിരിക്കാനും ചെല്ലിയില്ലെങ്കിൽ അമ്മ അപ്പം വരുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കും ചെല്ലിയില്ല, അപ്പൊ തന്നെ നല്ല കീറ് കിട്ടും. അപ്പൊ അങ്ങനെ പേടിച്ച് ആഗ്രഹവും ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും ചെല്ലിയതൊന്നുമല്ല. പക്ഷെ ആ ചെല്ലുന്നതിലും നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ആ ഒരു അപ്പൻ പറയുന്ന കാര്യങ്ങളോട് വിശ്വസ്തത പുലർത്തുവാനുള്ള ഒരു മനസ്സ് മക്കൾക്കുണ്ടായത് കൊണ്ട് ഇന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഒരു വാഗ്ദാനത്തിന്റെ നിലനിൽപ്പാണ്, അല്ലേ? അതെ. നമുക്ക് അന്ന് ഞാനിപ്പോ ഇന്നത്തെ കാലഘട്ടത്തില് അത് എപ്പോഴും സോൾവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പ്രാർത്ഥന വേണമെങ്കിൽ മാറ്റി വെക്കാം, നമുക്ക് പിന്നെ കുറച്ച് സമയത്തും കൂടി ഉണ്ടല്ലോ മാറ്റി വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരാം. പക്ഷെ പണ്ടത്തെ ആ ഒരു നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ സ്വീകരിച്ച ആ ഒരു അനുഗ്രഹത്തിന്റെ കൃപയാണ് നമുക്ക് ഇന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹമായി കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ് കർത്താവ് പ്രവൃത്തി നമ്മൾ പ്രവൃത്തി കൂടിയാണല്ലോ പ്രാർത്ഥന. എന്താണ് നമ്മളവിടെ ഒരുങ്ങണം, തിരികെത്തിക്കണം, പായിടണം, മുട്ടുകുത്തണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണം, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു പ്രവൃത്തിയും കൂടിയാണ്. അപ്പൊ നമ്മൾക്ക് ദൈവത്തോടൊരു വിശ്വസ്തത പുലർത്തിയാല്, അതായത് നമ്മൾ 2% വിശ്വസ്ത പുലർത്തിയാല് നമ്മളുടെ ജീവിതത്തോട് 98% പ്രവർത്തിക്കുവാൻ ദൈവം എപ്പോഴും സന്നദ്ധനാണ്. ഇത് അതായത് നമ്മൾ കൊടുക്കുന്ന വളരെ തുച്ഛമാണെങ്കിലും, നമുക്ക് അത്ര ആഗ്രഹമില്ല എന്നുണ്ടെങ്കിലും, സ്നേഹമില്ല എന്നുണ്ടെങ്കിലും ദൈവം അത് അവഗണിക്കുന്നില്ല. ചെയ്യുന്നു, പരിഗണിച്ച് നമ്മളുടെ കുറവുകളോട് കരുണ കാണിച്ച്. അതുകൊണ്ടാണ് പ്രവൃത്തികളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോട് ദൈവം കാരുണ്യവാനാണ്. നമുക്ക് വിശ്വസ്തതയില്ല, സ്നേഹമില്ല, നമുക്ക് ആത്മാർത്ഥതയില്ല, അതുകൊണ്ടും ദൈവം വേണമെങ്കിൽ ഈ ദൈവം ഇങ്ങനെ നമ്മളോട് ഭയങ്കരമാണ്. ദൈവം നമ്മളോട് വിശ്വസ്തത വേണ്ട വിധത്തില് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അതായത് വിശ്വസ്തത പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു അടയാളം നമ്മൾ ഒരുപാടൊന്നും ആലോചിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എന്താണ് ദൈവം എന്നോട് കാണിച്ച വിശ്വസ്തത എന്ന് ആലോചിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമാണ്, അല്ലെ? നമ്മൾ ശ്വസിക്കുന്ന വായു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതെ ഞാനിവിടെ മറിഞ്ഞു വീണ നിങ്ങൾ അറിയില്ല, അല്ലെ? എന്താ സംഭവം എന്ന് അറിയില്ല. എന്താണ് അപ്പോ ചിലപ്പോ നെറ്റ് പോയതാണോ, എത്ര സംഭവം കോള് വന്നാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് നമ്മുടെ ഒരുപാട്. അതായത് നമ്മൾ പാപത്തിന്റെ വഴിയിൽ കൂടി പോകുമ്പോഴും ദൈവം കാണുന്നുണ്ട്. എന്നിട്ടും ദൈവം അവിടെ നിന്ന് വലിച്ച് കരയിലോട്ട് എടുത്തിടുന്നേ പലപ്പോഴും. നമ്മൾ അതിനെക്കുറിച്ച് അനുദപിക്കുന്നതോ പാപബോധം കൊണ്ട് നമ്മള് ദൈവസന്നിധിയില് മുട്ടുകുത്തി ദൈവമേ എന്നോട് കരുണ കാണിച്ചതിന് ഓർത്ത് നന്ദി പറയാനോ ഒന്നും നമ്മൾ സമയം കൊടുക്കാറില്ല, മെനക്കെടാറില്ല, അല്ലെ? എത്രയോ മനുഷ്യരാണ് അങ്ങനെ, നമ്മൾ ഓരോരുത്തരടക്കം എത്രയോ നമ്മൾക്ക് ദൈവം കാണിച്ച വിശ്വസ്തയോട് നമ്മള് 1 മണിക്കൂറെങ്കിലും ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയില് നന്ദി അർപ്പിക്കാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ നമ്മള് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ആത്മീയ വ്യക്തിത്വങ്ങളൊക്കെ എത്രമാത്രം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമായിരുന്നു. ഒരു പരിപര അവസ്ഥയിലാണ് നമ്മളുടെ കാരണം ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ജോലിയില്ലേ, ഈ ജോലിയില്ലേ, അത് ചെയ്തിരുന്ന നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ. പക്ഷെ ഞാനിങ്ങനെ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഓട്ടത്തിന്റെ ഇടയിൽ പെട്ടെന്ന് എങ്ങാനും വീണു പോയാല് എന്ത് ചെയ്യും ഈ ഓട്ടക്കാരൊക്കെ? ഒന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല.
അപ്പൊ നേരം ഓർക്കും ഇത്ര നാളും ഓടിയ ഓട്ടം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്താ നേടിയേ എന്ന് തിരിഞ്ഞു നോക്കി ആലോചിക്കാനുള്ള സമയം പോലും ഇല്ലാതെ കർത്താവ് ചിലപ്പോൾ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ. അതുകൊണ്ടാണ് നീ എല്ലാം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്താ പ്രയോജനം? അതെന്താ നിനക്ക് വന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ ഞാൻ കരുതി വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ നീ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവത്തിന് നഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാൽ നല്ല നഷ്ടമുണ്ട്. പക്ഷെ അത് ദൈവം വേദനയോടുകൂടെ സ്വീകരിക്കുകയാണ്. പക്ഷെ ആത്മാവ് ആ വേദനയല്ല അനുഭവിക്കുന്നത്, നിത്യനാശത്തിലേക്ക് പോകാൻ ഇടയാകും. അപ്പൊ നമ്മൾ മക്കളെ വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തി, പക്ഷെ ഇവരൊക്കെ നമ്മൾ മരിച്ചു ഇപ്പൊ നമ്മളുടെ കൺമുമ്പിൽ മരിച്ചു പോയവരൊക്കെ എവിടെയാണ് എന്ന് വെച്ചാല് ഈ വാഗ്ദാനങ്ങളെല്ലാം ഈ ഭൂമിയിൽ വളരെ സൗകര്യപൂർവ്വം ജീവിച്ചു തീർക്കാനുള്ളതല്ല, എവിടേക്ക് ചെല്ലാനുള്ളതും കൂടിയാണ്, നിത്യഭവനത്തിലേക്ക് സ്വന്തം വീട്ടിലേക്കും കൂടി ചെല്ലുക എന്നുള്ളൊരു അനുഗ്രഹവും കൂടിയുണ്ട്. നമ്മളിപ്പോ അതുകൊണ്ടാണ് പാപമേഖലകളെ വെറുത്തുപേക്ഷിക്കണമെങ്കിൽ നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവ് പറയുന്നില്ലേ, എല്ലാ പ്രവൃത്തികളും നിന്റെ പ്രവൃത്തികൾ ദൈവ വിചാരത്തോടെ ആവട്ടെ, നിനക്ക് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോ അവിടെ പ്രതിഫലം നൽകും എന്ന് പറയുന്നത്, നന്മ കൈവരിക്കും എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അപ്പോ എല്ലാ കാര്യവും ദൈവവിചാരത്തോടെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ എന്നും നമുക്ക് എപ്പോഴും കൂട്ടായിട്ടുണ്ടാവും അല്ലെ. അതാണ് നമ്മള് അനുതാപ സങ്കീർത്തനം, എന്റെ പിഴ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും വിചാരത്താലും വന്നുപോയ പാപങ്ങളെ കുറിച്ച് അനുതാപ പ്രകീർത്തനം ചെയ്യുന്നില്ലേ. കാരണം എന്താണ്, നമ്മളിപ്പോ ഒരു ആളെ ചീത്ത വിളിച്ചു, അത് നല്ല ഓർമ്മയുണ്ടാവും. അടിച്ചു, അത് നല്ല ഓർമ്മയുണ്ടാവും. പക്ഷെ നമ്മുടെ ചിന്തകളിൽ കൂടി പോയ മോശം കാര്യങ്ങള് ഇതൊക്കെ പിടിച്ചെടുക്കാൻ ആളുണ്ട്, അവിടെ ഫീഡ്ബാക്ക് എടുത്തു വെക്കാനായിട്ട് പിശാചുണ്ട്, നമ്മുടെ കാവൽമാലാഖ. പിശാച് അപ്പൊ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും. അപ്പൊ കാവൽമാലാഖ പറയും ശരിയാണ്, സംഭവം ഒക്കെയാണ്, അത് ശരിയാണ് എന്ന് പറയും. അപ്പോ രണ്ടുപേരുടെയും ഭാഗത്തും ശക്തമായ ക്ലെയിം ഉണ്ട്, ശക്തമായ തെളിവുണ്ട്. നമുക്ക് അത് നോ എന്ന് പറയാനോ. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതും നന്മയിലേക്ക് നയിക്കുന്നത്. അപ്പോ ഈ വാഗ്ദാനങ്ങളെല്ലാം സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദാനങ്ങള് ദൈവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പൊ നമ്മളോട് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ ദൈവം ശ്രമിക്കാറുണ്ട്. എനിക്കപ്പോ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇപ്പൊ ഇത് അനുസരിക്കേണ്ട ആവശ്യം എന്താ, ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ, പക്ഷെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചതാണ്. കർത്താവ് പറയും ചില കാര്യങ്ങള് നീ അത് അനുസരിക്കുന്നറിയാം. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഉള്ളിൽ ഞാൻ പറയും, അപ്പൊ അതനുസരിച്ച് അതിപ്പോ ചെയ്തില്ലെങ്കിൽ എന്താണ്, എന്റെ ബുദ്ധി കയറി തലയിൽ പൊക്കിയിരിക്കും. പക്ഷെ അത് ഞാൻ ഇല്ലെങ്കിൽ എന്താന്ന് ചിന്തിച്ചെങ്കിലും, അതങ്ങനെ ഒരു കാര്യം ദൈവം ചിന്ത തന്നതല്ലേ, അതനുസരിച്ചേക്കാം എന്ന് വിചാരിക്കുമ്പോ വളരെ ഒരു സമാധാനം വരും. പിന്നെ ഞാൻ ഓർക്കും, അതനുസരിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്കുണ്ടാകാനുണ്ടായിരുന്ന ഭവിഷ്യത്ത് എത്ര മാരകമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടാണ്. ഒരു എഞ്ചിനീയർ സ്റ്റുഡന്റ് ആണ്. അവന് എന്താണ് പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അമ്മ മെമ്മൂനുള്ളവന് ജോലിക്ക് കയറാൻ പറ്റണില്ല. അമ്മയാണെങ്കിൽ രോഗിയാണ്, ഹൃദയ രോഗിയാണ്. അപ്പൊ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ട്, അപ്പൊ അവിടെ ഇങ്ങനെ CCTV-യിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു സ്ത്രീ വന്നിട്ട് ഈ പയ്യനെ മുഖത്ത് ഭയങ്കര ഇതില് അടിക്കുന്നുണ്ട്, ഭയങ്കര ഷൗട്ട് ചെയ്ത് അടിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി തിരിച്ചൊന്നും ചെയ്യുന്നില്ല, വേദനയും അടിച്ച് കടന്നു പോകണം. കാരണം അവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ അവര് കാറ് വന്നപ്പോഴേക്കും ഇയാൾ ഉത്തരവാദിത്തമാണല്ലോ, വാച്ച്മാനായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ പഠിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവന് ഈ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറിയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം CCTV-യിൽ റെക്കോർഡായിട്ട് അത് കാര്യങ്ങളൊക്കെ ഇതാക്കിയപ്പോഴേക്കും അത് വാർത്ത ഭയങ്കരമായിട്ട് വൈറലായി. ഇന്നിപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുമ്പുള്ള വാർത്തയാണ്. പക്ഷെ ഇന്നലെ ഞാനത് അവിചാരിതമായി കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ആ വ്യക്തി അന്നേരം തിരിച്ചു വേണമെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് ആ കാര്യം ചെയ്തത്. കാർ പാർക്ക് ചെയ്യേണ്ടടുത്ത് കാറ് തന്നെ പാർക്ക് ചെയ്യണം, സ്കൂട്ടർ കൊണ്ടൊന്നും വെക്കാൻ പാടില്ല.
അപ്പോ അവരോട് പറഞ്ഞിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തം ആ വാച്ച്മാനുണ്ട്. അത് ആ പയ്യൻ അതനുസരിച്ചാണ് ചെയ്തത്. പക്ഷെ ഈ ചില സ്ത്രീകൾക്ക് ഇത്തിരി എന്താണ് അഹങ്കാരം ഉണ്ട്, എന്തോ വലിയ എന്താണ് ഭയങ്കര സാമർത്ഥ്യക്കാരിത്തികൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്തതാണ്, നല്ല അടിയെ വെച്ചു കൊടുത്തത്. ചാടിയാണ് അടിക്കണത്. ഈ പയ്യന് നല്ല പൊക്കമുണ്ട്, ഇവർക്ക് പൊക്കം കുറവ്, പക്ഷെ ചാടി കരണത്തടിച്ച് നല്ല പൊള്ളിക്കുന്ന അടിയെ കൊടുത്തതാണ്. പക്ഷെ അത് തിരിച്ചൊന്നും പ്രതികരിക്കാതെ ആ മനുഷ്യൻ അതിന്റെ ഓഫീസിലോട്ട് പോകുന്നു. പക്ഷെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ പയ്യന് ഈ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പയ്യൻ ഇന്ന് നല്ലൊരു ജോലി, നല്ലൊരു ജീവിത മേഖല, അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ വലിയൊരു ഓഫർ കിട്ടി ജോലിക്ക് കയറാനും പഠിക്കാനും എല്ലാത്തിനും. അപ്പൊ ഒരു അടി കൊണ്ട് ആ ജീവിതം രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഒരു അടി കൊണ്ട് ലോകം മുഴുവനും അവനെ അറിയുകയും അവന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ലോകം മുഴുവൻ അറിയുകയും. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, ശരിക്കും പറഞ്ഞ ആ ഒരു അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ എന്നും നരകിച്ച് ജീവിച്ചാണ്. പക്ഷെ എന്താണ് വിചാരിച്ചു കഴിഞ്ഞാല് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് പ്രതികരിക്കുമ്പോ ദൈവം അവനോട് പ്രതികരിക്കട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഷ്ടന്റെ പ്രതിഫലം എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ഇങ്ങനെ കാണുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ കൺമുമ്പിൽ കൂടി കണ്ടു പോകുന്നുണ്ട്. നമുക്കത് ചിലപ്പോ നമ്മൾ പ്രതികരിക്കുന്നവരാണല്ലോ, പ്രത്യേകിച്ച് മലയാളികൾ പ്രത്യേകമായിട്ട് ഇത്തിരി എടുത്തുചാട്ടക്കാരാ. അപ്പോ ഈ പ്രതികരണം കർത്താവിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കരുണയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിക്കാൻ സാധിക്കും. നമുക്കതിനു വേണ്ടിയുള്ള എല്ലാ മേഖലകളെയും ഈശോയെ, ഞങ്ങൾ ഇന്നുവരെ അനുഭവിച്ച പലവിധ സങ്കടങ്ങള്, നിസ്സഹായതയിലാണ്. അതിനെല്ലാം കർത്താവെ അങ്ങ് ഉത്തരം നൽകി ഞങ്ങളെ സഹായിക്കുകയും ശക്തരാക്കുകയും ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ